എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡും ചിക്കനും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ലസാനിയൻ്റെ റെസിപ്പിയാണ്. സാധാരണ ഇത് ലസാനിയ ഷീറ്റൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. ബ്രെഡ് വെച്ചിട്ടും നമുക്കിത് നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല രുചിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ പച്ചമുളകും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്രിക്ക പൗഡർ, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും, 1 ടീസ്പൂൺ ഒറിഗാനോവും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പെപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ 50 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 2 തക്കാളി തിളക്കുന്ന വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ചൂട് പോയതിന് ശേഷം അടിച്ചെടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പ്, 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ ഒരു സോസിലേക്ക് ചിക്കൻ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ തക്കാളി അരച്ചിട്ടാണ് ചേർക്കുന്നതെങ്കിൽ പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ 1 കപ്പ് ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ വെന്തതിന് ശേഷം ചിക്കനും എടുത്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് ഈ ഒരു നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കെല്ലാം ഉണ്ടല്ലോ ഒന്ന് തിളച്ചിട്ടൊന്ന് വറ്റുന്ന രീതിയിൽ ആവണം. ആ ഒരു രീതിയിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അഥവാ നിങ്ങൾ ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ കയ്യിൽ മാഗിൻ്റെ ക്യൂബ് ഉണ്ടെങ്കിൽ പിന്നെ അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഹാഫ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ വറ്റിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് വറ്റി വരണ്ട് പോകണ്ട. ഈ ഒരു രീതിയിൽ വറ്റിച്ചെടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫാക്കിയിട്ട് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതാ മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണോളം ഉണ്ട് ഇത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കുക. ബട്ടർ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു മൈദപ്പൊടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിയതുപോലെ ആയിപ്പോകും. 1 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് തിളവരാൻ തുടങ്ങും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 കപ്പ് ഒഴിച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. നമ്മൾ ആദ്യം തന്നെ മൈദപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത്
കൊടുത്തു കഴിഞ്ഞാൽ പാലൊഴിക്കുന്ന സമയത്ത് തീരെ കട്ടകളൊന്നും ഉണ്ടാവില്ല ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളക്കാനായിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. മൈദപ്പൊടി ഉള്ളത് കൊണ്ട് തന്നെ പാല് പെട്ടെന്ന് അങ്ങ് തിക്കാവും. അപ്പോൾ ഇതാ ചെറുതായിട്ട് തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം തന്നെ ചെറുതായിട്ട് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം കണ്ട ചെറുതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ തിക്കായി വരും. പെട്ടെന്ന് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒട്ടും കട്ടകൾ ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു രീതിയിലാണ്, ഒരു ക്രീം പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങ് തിക്കായി പോകണ്ട. അതിനു മുമ്പേ അടുപ്പ് ഓഫാക്കുക. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് തിക്കായി പോകും. അതുകൊണ്ട് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിതാ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് 4 ഭാഗവും കട്ട് ചെയ്തിട്ടാണ് എടുത്തിന്. ബ്രെഡിനൊരു കണക്കൊന്നുമില്ല, നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ട്രേ ആണ് എടുത്തിന്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു സോസ് ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു ട്രേൻ്റെ അടിയിലായിട്ട് കുറച്ച് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഞാൻ ഇതുപോലത്തെ കുറച്ച് വലിയ പാത്രമാണ് എടുത്തിന്. നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ബ്രെഡിൻ്റെ പീസ് എടുക്കാൻ. ഞാനിത് ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. ഓവനിലും നമുക്ക് ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ പീസ് ഞാൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. ഒരു 6 പീസ് ബ്രെഡ് ഞാൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അവിടെയൊക്കെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം ബ്രെഡ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ സൈഡിലെല്ലാം വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ റെഡിയാക്കിയ സോസിൽ നിന്ന് കുറച്ച് സോസ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കിയ ഫില്ലിംഗ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ സോസ് ആക്കിയതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഈ ഒരു ഫില്ലിംഗ് എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. ഫില്ലിംഗ് എല്ലാം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇട്ട് കൊടുക്കാം. ചീസെല്ലാം അത്യാവശ്യം ഇട്ട് കൊടുക്കുക കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബ്രെഡിൻ്റെ പീസ് നിരത്തി വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ബ്രെഡിൻ്റെ പീസ് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും സോസാക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു ട്രേ നന്നായിട്ട് ഫുള്ളാകുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കുറച്ച് സോസ് അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ഒഴിച്ചിട്ട് മൊത്തമായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. വീണ്ടും നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്കിതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബ്രെഡിൻ്റെ പീസ് നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് സോസ് ബാക്കി വെച്ചിട്ടില്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് മൊത്തമായിട്ടങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ചീസ് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ ചീസ് ഇട്ട് കൊടുക്കുക.
നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ ഇത് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മസാല ബാക്കി വെക്കാൻ പറഞ്ഞില്ല, കുറച്ചേ വെച്ചിട്ടുള്ളൂ. അതിതാ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. എന്നിട്ടിതാ ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഞാനിതാ കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയ ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 25-30 മിനിറ്റ് ആവും ഇത് ബേക്കായി കിട്ടാൻ. ചീസൊക്കെ ഒന്ന് മെൽറ്റായി മുകളിൽ ചെറിയ